എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചിയാരം വിജയമാതാ പള്ളിയുടെ മുമ്പിലാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ 27 പേർക്ക് വേണ്ടി സ്വന്തം ജീവിതം കൊടുത്ത ഫാദർ റഫായൽ പാളിയേക്കര അച്ഛൻ്റെ ഓർമ്മ ദിനമാണിന്ന്. 25ാം രക്തസാക്ഷിത്വ ദിനമാണിന്ന്. അച്ഛനെ ഓർക്കാനും അച്ഛൻ ചെയ്ത ആ വലിയ ത്യാഗത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുവാനും അച്ഛൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനുമാണ് ഞങ്ങൾ ഓരോരുത്തരും വന്നത്. അന്ന് അവിടെ നോവിസസ് ആയിരുന്ന ഞങ്ങളിൽ 8 വൈദികർ ഇവിടെ വന്നിട്ടുണ്ട്. അതല്ലാതെ വേറെ കുറച്ച് പേര് ഞങ്ങളുടെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അൽമായർ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്നവരും ഞങ്ങൾ അച്ഛൻ്റെ കൂടെ പഠിച്ചവരും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പേര് ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. കുർബാന ചെല്ലുവാനും ഈശോയ്ക്ക് അച്ഛൻ്റെ ജീവിതത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുവാനും അച്ഛൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ കാണുവാനും പാളിയേക്കര കുടുംബത്തിൻ്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുവാനും അച്ഛനെ സലേഷ്യൻ സഭയ്ക്കും അതുപോലെ തന്നെ കത്തോലിക്ക സഭയ്ക്ക് ഒരു വൈദികനായി നൽകിയതിനെ ഓർത്ത് അവർക്ക് നന്ദി പറയുവാനുമാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന നോവിസസിൽ ഞങ്ങൾ 8 വൈദികരാണ് ഇവിടെ ഇന്ന് കുർബാന അർപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വേറെ 2 പേര് അൽമായർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ അൽമായരായി നല്ല കുടുംബജീവൻ നയിക്കുന്ന 2 പേരും കൂടെ ഞങ്ങളുടെ ചേർന്നിട്ടുണ്ട് ഇന്ന് കുർബാന അർപ്പിക്കുവാനായിട്ട്. ഇത് ഞങ്ങൾക്ക് വലിയൊരു നിമിഷമാണ്. കാരണം ഈ 25 വർഷം ഫാദർ റഫായൽ അച്ഛൻ്റെയും ഫാദർ ആന്ത്രിയാസ് അച്ഛൻ്റെയും ബ്രദർ ഷിനുവിൻ്റെയും ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് ആയിരുന്നു അവർ. ഞങ്ങളുടെ വൈദിക സെമിനാരി ജീവിതത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ മാതൃക കാണിച്ചു തന്ന 3 വ്യക്തികളാണ് അവർ. ഞങ്ങൾ ഇന്ന് ജീവിക്കാൻ കാരണം തന്നെ, ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം തന്നെ അവരുടെ ആ ജീവത്യാഗമാണ്, അവരുടെ മാറ്റിടമാണ്. അപ്പോൾ അവരുടെ സ്വന്തം ജീവിതം കൊണ്ട് അവർ ഞങ്ങൾക്ക് വലിയൊരു മാതൃക കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ 25 വർഷത്തിലുണ്ടായ പല സംഘർഷ നിമിഷങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ പല രീതിയിൽ അവർ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുകയും ഞങ്ങൾക്ക് പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം അവർക്ക് ഓരോരുത്തർക്കും നന്ദി പറയുവാനും പ്രത്യേകിച്ച് ഫാദർ റഫായൽ അച്ഛൻ ഞങ്ങളുടെ നോവിസ് മാസ്റ്ററായിരുന്നു, ഞങ്ങളുടെ റെക്ടറായിരുന്നു. അദ്ദേഹത്തെ ഓർക്കാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഓർത്തുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയുവാനുമാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത്. 2001 മെയ് 15-ാം തീയതി രാത്രി 7:50 ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതം മാറ്റിമറിച്ചു. ഫാദർ റഫായൽ അച്ഛനെയും ജാർഖണ്ഡിൽ നിന്നുള്ള ഫാദർ ആന്ത്രിയാസ് അച്ഛനെയും അതുപോലെ തന്നെ ബ്രദർ ഷിനുവിനെയും 3 മിലിറ്റൻസ് 3 തീവ്രവാദികൾ മണിപ്പൂരിലെ ഇംഫാലിനടുത്തുള്ള നരിയാൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സലീഷ് നോവിഷ്യേറ്റിൽ വെച്ച് സെമിനാരി ഹൗസിൽ വെച്ച് വെടിവെച്ചു കൊന്നു. അവർക്കാവശ്യം അവിടെ നോവിസസ് ആയിട്ട് പഠിക്കുന്ന ഞങ്ങൾ 27 പേരെയായിരുന്നു. 27 പേരെക്കാളും കൂടുതൽ അവർ അച്ഛന്മാരോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾ 27 പേരെ 2 സെക്ഷനായിട്ട് തിരിക്കുക. മണിപ്പൂരിൽ നിന്നുള്ള വൈദിക വിദ്യാർത്ഥികളും അതുപോലെ മണിപ്പൂരിന് പുറത്തുള്ള വൈദിക വിദ്യാർത്ഥികളും. അവർ ലോക്കൽസ് നോൺ ലോക്കൽസ് എന്നുള്ളൊരു ടേമാണ് ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തി അവരെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരാനാണ് അച്ഛന്മാർ പറഞ്ഞത്. അതുപോലെ തന്നെ അച്ഛന്മാരുടെ വാച്ച്, അവരുടെ പൈസ, അന്ന് അവിടെ ഉണ്ടായിരുന്ന പൈസയൊക്കെ അവർ ഡിമാൻഡ് ചെയ്തു. അച്ഛന്മാർ അതെല്ലാം പൈസയും എല്ലാം അവർക്ക് കൊടുത്തു. അന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന മൊത്തം പൈസയും അച്ഛന്മാരുടെ വാച്ചും ഒക്കെ ഊരി അവർ കൊടുത്തു. അവർ കൊടുക്കാവുന്ന എല്ലാം അവർ കൊടുത്തു. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും നോവിസസിനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരത്തില്ല. ഇരുട്ടായതുകൊണ്ട് അവർക്ക് അകത്ത് കയറാനുള്ള പേടിയുണ്ടായിരുന്നു. കാരണം അവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ അവിടെയുള്ള ലോക്കൽ ആൾക്കാരെയും ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അത് അവർക്ക് ചെയ്യാൻ പേടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരകത്തേക്ക് കയറുന്നില്ല. അച്ഛന്മാരോട് ഞങ്ങളെല്ലാം പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. പക്ഷേ അച്ഛന്മാരതിന് സമ്മതിച്ചില്ല. അങ്ങനെ കുറച്ച് സമയം വാക്തർക്കങ്ങളിൽ ഏർപ്പെട്ട ശേഷം അവർ ഈ 2 അച്ഛന്മാരെയും ഞങ്ങളുടെ ഒരു 23 വയസ്സുള്ള ജസ്റ്റ് BAക്ക് 1ാം റാങ്കുകാരനായി നാഗാലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഇംഗ്ലീഷ് ഓണേഴ്സിന് 1ാം റാങ്കുകാരനായി വളരെ സ്മാർട്ടായ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രദർ ഷിനുവിനെയും, ഞങ്ങളുടെ ഒരു സ്വന്തം ജ്യേഷ്ഠനെ പോലെ ഞങ്ങളെ സ്നേഹിച്ച ബ്രദർ ഷിനുവിനെയും അവർ അവിടെ ബുള്ളറ്റുകളാൽ നിറച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അവർ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ആ ജീവത്യാഗം ആ 25 വർഷങ്ങൾക്ക് മുമ്പ് അവർ ചെയ്തത്. മണിപ്പൂർ എന്നും സംഘർഷം നിറഞ്ഞ ഒരു സ്ഥലമാണ്. അന്നത്തെ പോലെ തന്നെ ഇന്നും സംഘർഷം നിറഞ്ഞ ഒരു സ്ഥലമാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം, കത്തോലിക്ക സഭയെ ഒരു പാഠം പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഡോൺ ബോസ്കോ സലേഷ്യൻ സമൂഹത്തെ ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അവർ വന്നത്. പ്രത്യേകിച്ച് മണിപ്പൂരിൽ നിന്ന് പുറത്തുനിന്ന് വന്നവരെ അവർക്ക് അവിടെ നിൽക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അവർ പല അച്ഛന്മാരെയും അവർ അറ്റാക്ക് ചെയ്യുകയും വെടിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വെടിവെക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വേറെ 1-2 വൈദികർ പല സമയങ്ങളിലായിട്ട് അവിടെ മരിച്ചു പോയിട്ടുണ്ട് വിവിധ കാരണങ്ങളാൽ.
പക്ഷേ ഇതൊരു അൾട്ടിമേറ്റ് ആയിരുന്നു. ഈ 3 പേരെ ഒരേ സമയത്ത് ജീവൻ എടുക്കുന്നത് ഒരു അൾട്ടിമേറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് അവിടെ സ്കൂളോ ഇടവകയോ ഒന്നുമില്ലായിരുന്നു. ഒരു ചെറിയ നോവിഷ്യേറ്റ് ഹൗസ് ആയിരുന്നു. ഞങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആകെ ഒന്ന് പുറത്ത് പോകും, പിള്ളേരെ വേദപാഠം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള വില്ലേജുകളിലൊക്കെ പോയി അവരുടെ കൂടെ കളിക്കാനും അവരെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർക്കൊക്കെ ഞങ്ങളോട് വലിയ സ്നേഹമായിരുന്നു. ഒരിക്കലും അവർ ഞങ്ങൾ അവിടെ വരുമോ അങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് നമുക്ക് അവിടെ വേറെ പുറത്ത് അങ്ങനെ വലിയ ബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇവർ നമ്മുടെ നോവിഷ്യേറ്റ് ഹൗസ് അത് ടാർഗറ്റ് ചെയ്തു. കാരണം മറ്റു സ്ഥലങ്ങളിലെ അച്ഛന്മാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഞങ്ങളുടെ നോവിഷ്യേറ്റ് ഹൗസിൽ വന്ന് അവിടുന്ന് മണിപ്പൂരിന് പുറത്തുള്ള ബ്രദേഴ്സിനെ എല്ലാവരെയും അല്ലെങ്കിൽ അച്ഛന്മാരെയും ബ്രദേഴ്സിനെ കൊന്നു കളയുക, എന്നിട്ട് ഇവരെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ഫാദർ, ഏറ്റവും പ്രിയപ്പെട്ട ഫാദർ റഫായലും ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് നോവിസ് മാസ്റ്റർ ആയിരുന്ന ഞങ്ങൾ സോച്ചൂസ് എന്ന് വിളിക്കും ഞങ്ങൾ ഫാദർ ആൻഡ്രിയാസ് കിൻഡോ, അദ്ദേഹം അച്ഛനായിട്ട് 1 വർഷമേ ആയിട്ടുള്ളായിരുന്നു. അതുപോലെ തന്നെ ബ്രദർ ഷിനു, അവർ 3 പേരും ഞങ്ങൾക്ക് വേണ്ടി ആ ദിവസം ജീവത്യാഗം ചെയ്തു. എൻ്റെ പേര് ജോൺ. ഞാൻ ഫാദർ റാഫേൽ പൈലേക്കരയുടെ ചേട്ടനാണ്. എനിക്ക് മൂത്തതായിട്ടൊരു ചേട്ടനും കൂടിയുണ്ട്. ഞങ്ങൾ ഈ അപകടം നടന്ന വിവരം അറിയുന്നത് മെയ് മാസം 2001 മെയ് 15-ാം തീയതി രാത്രി ഒരു 12 മണിയോടുകൂടിയാണ്. നമ്മുടെ വർഗീസ് തണിപ്പറച്ചനും ഉല്ലൂർ പള്ളി വികാരി പോൾ പയ്യപ്പള്ളിച്ചനും പോൾ ചാലിശ്ശേരി അസിസ്റ്റൻ്റ് വികാരി പോൾ ചാലിശ്ശേരിച്ചനും കുറച്ച് നാട്ടിലെ ആളുകളും കൂടിയാണ് വന്ന് ഈ വിവരം അറിയിച്ചത്. അച്ഛൻ ഈ പാതിര നേരത്ത് വന്ന് വാതിലിൽ മുട്ടിയപ്പോൾ എനിക്കും വീട്ടുകാർക്കും ആകെ എന്തോ പന്തികേടുണ്ടെന്ന് തോന്നുകയും വാതിൽ തുറന്ന് അച്ഛന്മാർ വളരെ സൗമ്യമായി പറഞ്ഞു, "ഇവിടെ അവിടെ ഇരിക്കൂ" എന്ന് പറഞ്ഞ് ഈ വിവരം അറിയിക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് സ്തംഭിച്ചു പോയി. ഉടനെ തന്നെ ഞങ്ങൾ സഹോദരങ്ങളെ വിളിച്ച് വിവരം അറിയിച്ചു. അപ്പനും അമ്മയും അവിടെ തറവാട്ട് വീട്ടിലായിരുന്നു, പെങ്ങന്മാരുടെ വീടുകളിലായിരുന്നു. അപ്പോൾ ഒരു പെങ്ങന്മാർ വന്നു. അതിനുശേഷം എല്ലാവരും കൂടി തറവാട്ടിൽ പോയി അപ്പനോടും അമ്മയോടും എങ്ങനെ ഈ വിവരം അറിയിക്കും എന്നുള്ളതാണ് ഏറ്റവും വിഷമം പിടിച്ച കാര്യമായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു പെങ്ങന്മാർ വന്ന് പറയുന്നു പറഞ്ഞു. പെങ്ങന്മാർ വന്നത് വളരെ സങ്കടത്തോടു കൂടി കരഞ്ഞ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഞാൻ തന്നെ അപ്പനെയും അമ്മയും ഒരു കട്ടിലിൽ വിളിച്ചിരുത്തി എൻ്റെ നടുക്ക് ഞാനിരുന്ന് 2 പേരെയും തോളിലോട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ തന്നെ ഈ സങ്കട വാർത്ത അവരോട് പറയേണ്ടി വന്നു. അത് എപ്പോഴും ഞാൻ ഓർമ്മിക്കുന്ന, എനിക്ക് ഏറ്റവും ഓർമ്മയിൽ വരുന്നൊരു സംഗതിയാണ്. റാഫേലച്ചൻ്റെ പഴയ കാലം പറയുകയാണെങ്കിൽ അച്ഛനെ എറണാകുളം സെമിനാരിയിൽ കൊണ്ടുവന്നാക്കാൻ ഞാനും കൂടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ആസാം ഭാഗത്ത് നിന്ന് നാട്ടിലേക്ക് ഇടയ്ക്ക് വരുമ്പോൾ കൂടെ സലീഷൻ സഹോദരങ്ങളെയും കൂട്ടി വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണത്തിനായിട്ട് എന്നോട് എന്താ കൊടുക്കാൻ ചോദിച്ചപ്പോൾ എനിക്ക് പരിചയമുള്ള ക്രൈസ് ബിസ്ക്കറ്റിൻ്റെ ഓണർ എൻ്റെ പരിചയക്കാരുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഹോൾസെയിലായിട്ട് ടിന്ന് കണക്കിന് ബിസ്ക്കറ്റൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഈ മരണ വാർത്ത അറിഞ്ഞ് ഞാനും ഷോബിയും എൻ്റെ സഹോദരൻ ഷോബിയും കൂടിയാണ് ദിമാപൂരിലേക്ക് പോയത്. ആ ഫ്യൂണറലിൻ്റെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമേ ഞങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയുള്ളൂ. എന്നിരുന്നാലും ആ ഫ്യൂണറൽ പങ്കുകൊള്ളാനും അവിടുത്തെ സലേഷൻ ഫാദേഴ്സ് വളരെ സ്നേഹപൂർവ്വം ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരികയും ചെയ്തു. പ്രത്യേകമായി അവിടുത്തെ സലേഷൻ ഫാദർ തോമസ് മുളയെങ്കിൽ അന്നത്തെ പ്രൊവിൻഷ്യലച്ഛനാണ്. ഞങ്ങൾക്ക് ഒരു അപ്പനെ പോലെ ഞങ്ങളെ നോക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സമാധാനിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് അച്ഛനാണ്. അതും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അന്ന് ഞങ്ങളുടെ കൂടെ സഹോദരി സിസ്റ്റർ ലിസി തെരസ്, ആള് അച്ഛൻ്റെ ജൂബിലി ആഘോഷിച്ച് മടങ്ങിപ്പോവുകയായിരുന്നു. ഇടയ്ക്ക് വെച്ചാണ് ഈ സംഭവം കേട്ട് ട്രെയിനിൽ നിന്ന് വിളിച്ചിറക്കി കൽക്കട്ട എയർപോർട്ടിൽ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ ആളവിടെ വന്നിറങ്ങി. കൽക്കട്ടയിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ 2 ബ്രദേഴ്സും സിസ്റ്റർ ലിസിയും കൂടിയാണ് ദിമാപൂരിലേക്ക് പോയത്. അതിനുശേഷം ആണ്
വന്നപ്പോഴാണ് ഈ സംഗതികളൊക്കെ ഞങ്ങൾ അറിഞ്ഞതും ഈ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തതും. ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരികയുണ്ടായി. ചെറുപ്പകാലത്തെക്കുറിച്ചൊന്നും അമ്മയൊക്കെ ആൾ വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യരായിരുന്നു. അച്ഛൻ റാഫേൽ അച്ഛൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ആൾ അച്ഛനാകാൻ പോകുന്ന ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നെ എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയം പോലെ അമ്മയും അതിന് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെയാണ് റാഫേൽ അച്ഛൻ ഡോൺ ബോസ്കോ സഭയിലേക്ക് പോയി. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എറണാകുളത്ത് കൊണ്ടുവന്നാക്കുമ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു. ആ ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ രാജേഷ് ദേവസ്യ. ഞാനിപ്പോൾ ദിമാപൂർ പ്രോവിൻസിലെ പ്രൊവിൻഷ്യൽ ഇക്കോണമറായിട്ട് ജോലി അനുഷ്ഠിക്കുകയാണ്. 2001 ഞങ്ങൾ നോവിസസ് ആയിരുന്ന സമയത്ത് ഫാദർ റാഫായലും ഫാദർ ആന്ത്രിയാസും ബ്രദർ ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് ആയിരുന്നു നോവിസേറ്റിൽ. ആ വർഷം 2001 മെയ് 15 ഞങ്ങളുടെ ഈ സുപ്പീരിയേഴ്സ് 3 പേരെയും ദൈവം വിളിക്കുകയാണ് ഉണ്ടായത്, പ്രത്യേക രീതിയിൽ. ആ രീതി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അവരെ തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലുകയും ഞങ്ങളവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവരോട് ഒത്ത് ജീവിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ജീവിതത്തെ, എൻ്റെ ജീവിതത്തെ പ്രത്യേകമായിട്ട് മാറ്റിമറിച്ച ഒരു ദിവസമാണ് മെയ് 15 2001. കാരണം വിശ്വാസത്തിലേക്ക് ഞങ്ങൾ നയിച്ച നോവിഷേറ്റിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ 3 സുപ്പീരിയേഴ്സിനെയും കർത്താവ് വിളിച്ച് നല്ലൊരു രക്തസാക്ഷിത്വം കാണിച്ച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു ദിവസമായിട്ടാണ് അന്ന് കാണുക. ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി. ആ ദിവസം കഴിഞ്ഞതിന് ശേഷം ഒത്തിരി ബുദ്ധിമുട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈക്കോളജിക്കലായിട്ടും ഫിസിക്കലായിട്ടും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അന്വേഷിച്ച് നടത്തിയ 3 അച്ഛന്മാരായിരുന്ന അവർ 3 പേരും അവരെ ദൈവം വിളിക്കുകയാണ് ചെയ്യുക. ഞങ്ങളുടെ വിശ്വാസം ഒത്തിരി ചലഞ്ച് ചെയ്യപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നോയിസാണ്, പഠിച്ചു വരുന്ന സമയമാണ്, ഞങ്ങൾ വ്രതമെടുത്തിട്ടില്ല, സഭയിൽ അംഗമാകാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയമാണ്, അംഗമായിട്ടില്ല. ആ സമയങ്ങളിൽ ദൈവം ഇങ്ങനെ അനുഭവം തന്നുകൊണ്ട് ഞങ്ങൾ പലരും ചലഞ്ച് ചെയ്യപ്പെട്ടു. പക്ഷെ അത് ഞങ്ങൾക്ക്, എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണുകയാണെങ്കിൽ ഞങ്ങൾ 12 പേര് പ്രൊഫസ് ചെയ്തിട്ട് ഞങ്ങൾ 10 പേര് അച്ഛന്മാരായിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ദൈവം ഒത്തിരി അനുഗ്രഹം അവരിലൂടെ തന്നു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവിളി, കർത്താവിൻ്റെ പുരോഹിതൻ എന്നാകുന്നത് എത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ദൈവം തീരുമാനിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞങ്ങളുടെ കൂട്ടുകാരുടെ ജീവിതത്തിലൊക്കെ കടന്നു വന്നിട്ടുള്ള ദൈവകൃപ ഇവരിലൂടെ ഒത്തിരി വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ കണ്ടറിഞ്ഞിട്ടുണ്ട്, അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജീവിതം, ഈ ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ചിരിച്ച് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ആയിട്ട് സാധിക്കും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒത്തിരി അതിലൊക്കെ അത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ദൈവം ഞങ്ങൾക്ക് തന്ന പുതിയ രീതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് നയിച്ച ആ കർത്താവിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇന്ന് 25 വർഷം പൂർത്തിയാകുകയാണ് ഈ ഞങ്ങൾ അച്ഛന്മാരെ കർത്താവ് വിളിച്ചിട്ട്, അച്ഛന്മാരെയും ബ്രദറിനെയും കർത്താവ് വിളിച്ചിട്ട്. അപ്പോൾ ദിവസത്തിൽ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് പറയാൻ, നിങ്ങളെല്ലാവരും പറയാനായിട്ട് സാധിക്കും, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. കർത്താവ് തീരുമാനിക്കാത്ത ഒരു തീരുമാനമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും വന്നിട്ടുള്ള എല്ലാ അനുഗ്രഹവും കർത്താവ് അറിഞ്ഞ് തന്നിട്ടുള്ള ഓരോ ജീവിതമാണ് പ്രത്യേകമായി കാണുകയാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഓർക്കേണ്ടതായിട്ടുണ്ട്, പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ സാഹചര്യവും ദൈവം അറിഞ്ഞ് ചെയ്യുന്ന സാഹചര്യങ്ങളാണ്. അത് ചിലത് വലുതായിരിക്കാം, ചിലത് ചെറുതായിരിക്കാം, ചിലത് നമ്മുടെ ജീവിതത്തെ തന്നെ അട്ടിമറി മാറ്റിക്കൊണ്ട് ചെയ്യുന്ന സംഭവങ്ങളായിരിക്കാം. അങ്ങനെ ഒരു ജീവിതം കർത്താവ് തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ തരുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ സ്നേഹം ദൃഢമായിട്ട് മനസ്സിൽ കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇന്നും നമ്മളെല്ലാവരെയും ഇങ്ങനെ ഈ ആനിവേഴ്സറി നമ്മൾ കീപ്പ് ചെയ്യുന്ന ദിവസങ്ങളിൽ കർത്താവ് തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഫാദർ റാഫായലും ഫാദർ ആന്ത്രിയാസും ബ്രദർ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നല്ല പുഞ്ചിരിയോടെ ഞങ്ങളെ നോക്കി അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴും നമുക്ക് വേണ്ടി, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കൃപയോടെ തരുന്നുണ്ട്. ഓരോ കാര്യങ്ങളും
അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ അടുത്ത് തന്നെ ഞങ്ങളുടെ 2 ബ്രദേഴ്സിനെ ഈ മെയ് 13 കിഡ്നാപ്പ് ചെയ്യുകയുണ്ടായി. ആ സംഭവത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഈ 3 പേരോടും പറഞ്ഞു, നിങ്ങൾ ആ മക്കളെ തിരിച്ച് ഞങ്ങളെ കയ്യിലെത്തിക്കണം. അവർ തീവ്രവാദ കയ്യിലായിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവർ ഒരു പരിക്ക് പോലും കൂടാതെ തിരിച്ച് നമ്മളെ കൈകളിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മുടെ ഈ 3 രക്തസാക്ഷികളുടെ ജീവിതം അവരുടെ പ്രാർത്ഥന വഴി ഞങ്ങൾക്ക് തരുന്ന ഓരോ അനുഗ്രഹമായിട്ടാണ്. നിങ്ങളെല്ലാവരും അവരോട് പ്രാർത്ഥിക്കണം. അവരിലൂടെ ദൈവാനുഗ്രഹം വാങ്ങാനായിട്ട് പ്രത്യേകം നമ്മൾ ഹൃദയത്തിലൂടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങണം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. I am Father Rang Anthony, coming from Dimapur province, Manipur. I am one of the novices who had lived with Father Raphael, Father Andreas, and Brother Shinu at Ngarian Imphal Novitiate. The incident happened on 15th May 2021. I just want to share with you all a brief experience that I had with Brother Shinu. It was on that fatal day of 15th May that we had a Viva exam, and I went for my exam to Brother Shinu, where he asked me a very personal question. He asked me, which model of Jesus would you like to take upon yourself? And I just frankly told brother that I like Jesus the Good Shepherd. He was very pleased, and he responded saying, we have the same model. I too like Jesus the Good Shepherd. And indeed, it was true indeed, that very evening he gave up his life for us. Brother Shinu was more than an assistant, our elder brother, our guide, our model in everything: spiritual life, human life, and the solution for mission. He was our model. We all the novices were very pleased with him. We were happy with him, and we really had a good memorable experience. Brother Shinu, we love you. Thank you. I am Father Surjit Kujur, belonging to Don Bosco Salesians from Dimapur province. I am from Assam, and here I would like to share my experience that I had with Father Raphael. As I came to become a priest, Don Bosco Salesian priest, when I joined the aspirant at the formation house that we call in Assam, the place called Dibrugarh, I met Father Raphael there for the first time in 1992, and I lived quite some time with him, nearly 4 to 5 years in Dibrugarh Don Bosco, and I had a very good experience with him. He was my headmaster, and I saw him as a person who was very dedicated, very loving, very caring. That is what I found with him, my experience in Assam, place called Dibrugarh. And again, when I joined novitiate in 2000, there I met him as a novice master. And as novice master, I really experienced his love, affection, his guardians. But at the end, in 2001, 15 May, they were assassinated, they were killed. To save us, they laid down their life for us. There were 2 fathers and 1 brother, Father Raphael, Father Andreas Kindo, and Brother Sinu. And just I want to share my experience that I had after their death. In my life, when I was going through crisis, not to become priest, to leave the priesthood, or not to become priest when I was a brother, at that moment they played a great role, and especially Father Raphael. He appeared to me in a dream twice, and that changed my life, and I proceeded ahead and I became priest today. And I can proudly say that I am priest today because of his heavenly help that he gave to me, the guidance that he gave to me even after the death. So this
these are the experience, the great experience that I had, especially with Father Raphael that I had. പറയുന്നു. മറ്റു സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സെ, റാഫേൽ അച്ഛൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മളിന്നിവിടെ ആയിരിക്കുന്നത് ഒരു മഹനീയമായ വ്യക്തിത്വത്തിന് സാക്ഷ്യം വഹിക്കുവാനും റാഫേൽ അച്ഛൻ്റെ ഓർമ്മ പുതുക്കുവാനും വേണ്ടിയാണ്. ഇന്നിവിടെ നമ്മൾ ഈ വിശുദ്ധ ബലിയർപ്പിച്ച് റാഫേൽ അച്ഛന് വേണ്ടിയും അവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഞങ്ങൾ 8 വൈദികർ ഇവിടെ റാഫേൽ അച്ഛൻ്റെ രക്തസാക്ഷ്യത്തിന് സാക്ഷ്യം വഹിച്ചവർ 8 പേര് ഇന്ന് വൈദികരായിട്ട് ഇവിടെ ഈ ദേവാലയത്തിലുണ്ട്. ആസാമിലും മണിപ്പൂരും ഒറീസയിലും കേരളത്തിൽ നിന്നുമൊക്കെ വന്ന വൈദിക വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങൾ ഇന്ന് ഈ ദിവസത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ഇവിടെ സാഹചര്യം ഒരുക്കിയത് റാഫേൽ അച്ഛൻ്റെ സ്നേഹവും കരുതലുമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് അനൂപും ഷിനോയും അവരും വരുന്നുണ്ട്. അവരും ഞങ്ങളുടെ കൂടെ അന്ന് ആ സംഭവത്തിൽ സാക്ഷികളായിട്ടുണ്ടായിരുന്നവരാണ്. അവരെ സ്നേഹത്തോടെ ഈ ദിവസത്തിലേക്ക്, ഈ മഹനീയമായ കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇവരെ ഓർമ്മിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് റാഫേൽ അച്ഛനെയും അന്ത്രയാസ് അച്ഛനെയും ബ്രദർ ഷീലങ്ങിനെയും ഓർക്കുമ്പോൾ 25 വർഷങ്ങൾ കടന്നുപോയെങ്കിലും അവരുടെ ഓർമ്മ ഇന്ന് നമ്മുടെ മുന്നിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. ഇന്നത്തെ വചനത്തിൽ നമ്മൾ കേട്ടു, സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലായ്മ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് പോലെ ഈശോ നമ്മളോട് പറഞ്ഞതാണ്, സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലായ്മ. അന്ത്യത്താഴവേളയിൽ ശിഷ്യന്മാരുടെ കാല് കഴുകി ആ വലിയ മാതൃക നൽകിയതിനു ശേഷം പറഞ്ഞ വചനങ്ങളാണ്. ഈ പറഞ്ഞ വാക്കുകൾക്ക് ശേഷം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഈശോ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ റാഫേൽ അച്ഛനെയും അന്ത്രയാസ് അച്ഛനെയും ഷിനു ബ്രദറിനെയും ഒക്കെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ദൈവവചനവും ഇത് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-13. ഇതിലൂടെ പ്രത്യേകമായി റാഫേൽ അച്ഛൻ ഞങ്ങളുടെ വിഷയത്തിൽ മാസ്റ്ററായി കടന്നു വന്നപ്പോൾ ഞങ്ങൾ 17 പേരുണ്ടായിരുന്നു. ആ സമയത്ത് 17 പേരിൽ ഞങ്ങളുടെ വൈദിക പഠനകാലത്തിൻ്റെ ആ പ്രത്യേക വിഷയത്തിൻ്റെ അവസാന കാലഘട്ടമായപ്പോഴേക്കും ഞങ്ങൾ 12 പേര് ബാക്കിയുണ്ടായിരുന്നു. ആ 12 പേരിൽ അന്നത്തെ ദിവസം, ഈ മെയ് 15-ാം തീയതി ഇവർ രക്തസാക്ഷ്യം വഹിച്ച ദിവസം, അന്ന് അച്ഛൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഞങ്ങളുടെ കൂടി ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ജൂബിലി മെയ് 12-ാം തീയതിയാണ്. 2001 മെയ് 12-നാണ് ഞങ്ങൾ അച്ഛൻ്റെ ജൂബിലി ആഘോഷിച്ചത്. സന്യാസ ജീവിതത്തിൻ്റെ ജൂബിലി ഞങ്ങൾ ആഘോഷിച്ചത് ആ ദിവസമാണ്. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അച്ഛൻ്റെ പ്രിയപ്പെട്ട സഹോദരി സിസ്റ്റർ തെരേസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ആഘോഷങ്ങൾക്ക് ശേഷം സഹോദരിയെ ട്രെയിൻ കയറ്റിവിടാനായിട്ട് നാഗാലാൻഡിലെ ദിമാപൂരേക്ക് അച്ഛൻ പോവുകയും ആ സഹോദരിയുടെ ട്രെയിൻ 14-ാം തീയതി ആയിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. 14-ാം തീയതി ട്രെയിൻ കയറ്റിവിട്ടതിന് ശേഷം 15-ാം തീയതി അച്ഛൻ തിരിച്ച് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് അച്ഛൻ തിരിച്ചെത്തിയത്. സാധാരണ എന്നതുപോലെ തന്നെ അച്ഛൻ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ, എല്ലാ കാര്യത്തിനും കൂടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ജോലി ചെയ്യുന്ന സമയത്തും എല്ലാ ദിവസവും ഞങ്ങൾക്ക് 1 മണിക്കൂർ
ജോലി ഉണ്ടായിരുന്നു, വർക്ക് ടൈം ഉണ്ടായിരുന്നു. ആ വർക്ക് ടൈമിൽ അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഞങ്ങളുടെ ഗെയിംസിൻ്റെ സമയത്തും അച്ഛൻ ഞങ്ങളോടൊപ്പം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നതാണ്. അന്നും ആ ഗെയിംസിൻ്റെ സമയത്താണ് അച്ഛൻ വന്നത്. അന്നും പഴയതുപോലെ എല്ലാ ഊർജ്ജസ്വലത്തോടുകൂടി ഞങ്ങളുടെ കൂടെ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് അന്ന് എല്ലാ ദിവസവും എന്ന പോലെ അന്ന് ആരാധന ഉണ്ടായിരുന്നു. അത് ചൊവ്വാഴ്ച ദിവസമായതിനാൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയതും റാഫേൽ അച്ഛൻ തന്നെയായിരുന്നു. അന്ന് ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവസ്നേഹത്തിൽ എങ്ങനെ നമ്മളൊക്കെ ഉറച്ചു നിൽക്കണമെന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങളെ ഒത്തിരിയേറെ ഉദ്ബുദ്ധരാക്കിക്കൊണ്ടാണ് അന്നത്തെ ആരാധനയും അച്ഛൻ നയിച്ചത്. അതിനുശേഷം ഞങ്ങൾക്ക് സാധാരണ ഒരു വിഷയം ഉണ്ടാകുന്നത് പോലെ ഒരു സ്പിരിച്വൽ കോൺഫറൻസ് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു സ്പിരിച്വൽ കോൺഫറൻസ് ഞങ്ങൾക്കുണ്ടാവും. അന്നത്തെ സ്പിരിച്വൽ കോൺഫറൻസിൻ്റെ സമയത്ത് അന്ന് അച്ഛൻ പറഞ്ഞത്, ഞങ്ങളുടെ നൊവിഷ്യേറ്റ് കാലാവധി കാലം ഏകദേശം തീരാൻ നിൽക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ 12 പേരിൽ, ബാക്കി ജോസ് കുട്ടി അച്ഛനും അവരുടെ ഞങ്ങളുടെ ജൂനിയർ ബാച്ചിലുള്ള 15 പേര് കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ മൊത്തം 27 പേരാണ് അന്ന് ഞങ്ങളുടെ നൊവിഷ്യേറ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ 12 പേര് ഞങ്ങളുടെ നൊവിഷ്യേറ്റിൻ്റെ ഫോർമേഷൻ കാലഘട്ടം ഏകദേശം പൂർത്തീകരിക്കുന്ന സമയമാണ്. അന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്, ടുഡേ ഈസ് ദ സെക്കൻഡ് ലാസ്റ്റ് കോൺഫറൻസ് ഫോർ യു. അന്നത്തെ ആ സ്പിരിച്വൽ കോൺഫറൻസ് ആണ് അവസാനത്തിന് തൊട്ട് മുമ്പുള്ള കോൺഫറൻസ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. അന്ന് അച്ഛൻ പറഞ്ഞ കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കോൺഫറൻസ് ബുക്ക് ഇപ്പോഴും 25 വർഷവും എൻ്റെ കൂടെ ഉള്ളതാണ്. അച്ഛൻ്റെ ആ കോൺഫറൻസ് ബുക്ക്, കോൺഫറൻസ് അച്ഛൻ്റെ സ്പിരിച്വൽ കോൺഫറൻസിൻ്റെ ആ ബുക്ക് എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളൊക്കെ. ഈ കഴിഞ്ഞ ദിവസമാണ് ഞാനത് ജോസ് കുട്ടി അച്ഛന് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്തത്. അച്ഛൻ അതിനെ ഇനിയും കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ എഴുതുവാനും അച്ഛനെ കുറിച്ചുള്ള കുറച്ച് ബയോഗ്രഫിയൊക്കെ എഴുതാനായിട്ട് ഞാൻ എൻ്റെ ആ ബുക്ക് ജോസ് കുട്ടി അച്ഛനെ ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ അവസാനത്തെ കോൺഫറൻസിൽ അന്ന് അച്ഛൻ പരസ്പരം സ്നേഹിക്കേണ്ടതിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നൊവിഷ്യേറ്റ് കാലഘട്ടം കഴിഞ്ഞ് ഞങ്ങൾ പോസ്റ്റ് നൊവിഷ്യേറ്റ് എന്ന് പറയും, ഫിലോസഫി പഠനകാലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ എങ്ങനെ പരസ്പരം സ്നേഹിച്ചും പരസ്പരം സപ്പോർട്ട് ചെയ്തും എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്നതിനെ കുറിച്ചാണ് അന്ന് റാഫേൽ അച്ഛനെ സംസാരിച്ചത്. അച്ഛൻ പറഞ്ഞു, ഇത് നൊവിഷ്യേറ്റിൽ നിന്ന് മാറി നിങ്ങൾ ഫിലോസഫി കാലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പരസ്പരം എന്നും സപ്പോർട്ടായിട്ടുണ്ടാവണം. മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കണമെന്ന് ചിന്തിച്ചിരിക്കാതെ നിങ്ങൾ പരസ്പരം സഹായിച്ച് സ്നേഹിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങണം, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം. അതിനെക്കുറിച്ചൊക്കെയാണ് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ കോൺഫറൻസ് തീരുന്നതിന് തൊട്ട് മുൻപാണ് അന്ത്രയാസ് അച്ഛൻ റാഫേൽ അച്ഛനെ വന്ന് വിളിച്ച് ഒരു രഹസ്യം പറയാനായിട്ട് വിളിച്ചത്. അച്ഛൻ പുറത്തിറങ്ങി റാഫേൽ അന്ത്രയാസ് അച്ഛനോട് സംസാരിച്ച് കുറച്ച് നിമിഷങ്ങൾക്കകം തെളിച്ചു വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഇന്നത്തെ കോൺഫറൻസ് അവസാനിച്ചു, നിങ്ങൾ സ്റ്റഡി ഹോളിലേക്ക് പോയി നിങ്ങൾ ഈ കോൺഫറൻസ് ഒന്ന് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് പഠിക്കുക, പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ പ്രയറിൽ വേണമെങ്കിൽ നിങ്ങൾ ചാപ്പലിലേക്ക് പോയിക്കോളൂ, നമുക്കിനി അത്താഴത്തിന് സമയത്ത് ഒന്നിച്ച് കാണാമെന്ന് പറഞ്ഞ് റാഫേൽ അച്ഛൻ പോവുകയാണ് ഉണ്ടായത്. റാഫേൽ അച്ഛൻ അവിടെ ഞങ്ങളുടെ കോൺഫറൻസ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിന്, പുറത്തുള്ള ആൾക്കാരെ കാണാൻ പോകുന്നതിന് മുമ്പ് അച്ഛൻ അവിടുത്തെ ഞങ്ങളുടെ ചാപ്പലിൽ കയറി ഒരു നിമിഷം പ്രാർത്ഥിച്ച് എന്നിട്ടാണ് അച്ഛൻ ആ പുറത്ത് കാത്തിരുന്ന ആൾക്കാരെ കാണാനായിട്ട് പോകുന്നത്. അവിടെ ഏകദേശം ഒരു 45 മിനിറ്റോളം അവർ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അവർ എന്താണ് സംസാരിച്ചതിനെ കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായ വ്യക്തതയൊന്നുമില്ല, എങ്കിലും അവർ പണം ഡിമാൻഡ് ചെയ്യാനായിട്ട് വന്നതാണ്. ഈ മണിപ്പൂർ പല ഇൻസർജൻറ്റ് ഗ്രൂപ്പുകളുണ്ട്, അണ്ടർഗ്രൗണ്ട് ഗ്രൂപ്പുകളുണ്ട്. അതിലേതോ ഒരു ഗ്രൂപ്പ് ആയിരുന്നു ഇവിടെ വന്നത്. അവർ പണം ആവശ്യപ്പെട്ടു. നൊവിഷ്യേറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രൈസ് എന്നുള്ള ഹൗസല്ല സാധാരണ. അവിടെ ഉണ്ടായിരുന്ന പണം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന അന്ത്രയാസ് അച്ഛൻ അവർക്ക് കൊടുത്തു. അവരതുകൊണ്ട് തൃപ്തരായിട്ടില്ല. പണം മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യമെന്ന് അത് കഴിഞ്ഞാണ് അവർക്ക് മനസ്സിലായത്. പണം സ്വീകരിച്ചു കഴിഞ്ഞ് അവരുടെ കൂടുതലുള്ള ലീഡർ നമ്മുടെ നോവിസ് മാസ്റ്റർ റാഫേൽ അച്ഛനോട് പറഞ്ഞു, നിങ്ങളുടെ ഹൗസിലുള്ള എല്ലാ പ്രദേശത്തിനെയും വിളിച്ച് പുറത്തിറക്കണം. ഞങ്ങൾ 27 പേരുണ്ടായിരുന്നപ്പോൾ എല്ലാവരെയും വിളിച്ച് പുറത്തിറക്കുക. അവരിൽ നിന്ന് ലോക്കൽസിനെയും നോൺ ലോക്കൽസിനെയും തിരിച്ച് മാറ്റി നിർത്തണം. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, കേരളത്തിൽ നിന്ന് വന്നവരുണ്ട്, നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ളവരുണ്ട്, ഒറീസയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന പ്രദേശത്തായിരുന്നു അവിടെ. അപ്പോൾ അച്ഛന് അവരുടെ ആവശ്യം എന്താണെന്ന് അച്ഛൻ ഏകദേശം മനസ്സിലായി. അച്ഛൻ പറഞ്ഞു, അവർ കുട്ടികളാണ്, അവർ നിങ്ങളുടെ ഈ തോക്കുകളൊക്കെ കണ്ടാൽ ഭയപ്പെടും. അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അത് അവരോട് പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു. അച്ഛൻ അത് ഞങ്ങളെ പുറത്ത് വിളിച്ചിറക്കാനായിട്ട് അച്ഛൻ സമ്മതിച്ചില്ല. അപ്പോൾ അച്ഛൻ അത് സമ്മതിക്കാത്തത് കൊണ്ടും അവർ വീണ്ടും ഇൻസിസ്റ്റ് ചെയ്തിട്ട് അച്ഛൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് അവർ അച്ഛനെയും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ അച്ഛനും
ബ്രദറിനും അവർ വെടി വെക്കുന്നതും അവർ അവിടെ തന്നെ മരിച്ചു വീഴുന്നതും. അവർ ശരിക്കും ഞങ്ങൾക്ക് വേണ്ടി ആണ് ജീവൻ അർപ്പിച്ചത്. ഞങ്ങളെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ആണ് അവർ അവരുടെ ജീവൻ കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വചനത്തിൽ പറഞ്ഞതുപോലെ സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ആ സ്നേഹം ആണ് അന്ന് റാഫേൽ അച്ഛൻ അവിടെയാണ് ഞങ്ങളുടെ വോളിബോൾ ഗ്രൗണ്ടിൽ വെച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞാനതിനെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞത് ഇത് എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് കോൺഫറൻസ് ആണ്. അന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ സ്പിരിച്വൽ കോൺഫറൻസിൻ്റെ അവസാനത്തിന് മുമ്പുള്ള കോൺഫറൻസ്. പക്ഷെ അവസാനത്തെ കോൺഫറൻസ് അച്ഛൻ ആ പ്ലേ ഗ്രൗണ്ടിൽ വെച്ചാണ് ഞങ്ങൾക്ക് പറഞ്ഞു സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട്. അപ്പോഴാണ് അങ്ങനെ നമുക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഡിഫെൻഡ് ചെയ്യാനായി മരിച്ചു വീണ അച്ഛന്മാരെയും ബ്രദറിനെയും അവർക്ക് അവരുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകാനാണ് ഞങ്ങൾ ഇന്ന് ഈ വൈദികരായി അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്ത് പല ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു അത്ഭുതമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ 12 പേരായാണ് വ്രതവാഗ്ദാനത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ട്. ഞങ്ങളുടെ വ്രതവാഗ്ദാനം 24-ാം തീയതിയായിരുന്നു നടക്കേണ്ടത്. 15-ാം തീയതി കഴിഞ്ഞ 9 ദിവസം കൂടി കഴിഞ്ഞു. 16-ാം തീയതിയാണ് ഞങ്ങളുടെ നൊവിഷ്യേറ്റിന്റെ അവസാനത്തെ ദിവസം, ഫോർമേഷന്റെ അവസാന ദിവസം. അത് കഴിഞ്ഞ് 17-ാം തീയതി മുതൽ ഞങ്ങൾ ധ്യാനത്തിലേക്ക് പ്രവേശിച്ച് അതിനുശേഷമാണ് ഞങ്ങളുടെ വ്രതവാഗ്ദാനം ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെക്കൻഡ് ലാസ്റ്റ് ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഈ 12 പേരിൽ ഞങ്ങളുടെ പ്രൊവിൻഷ്യലും ബാക്കിയുള്ളവരും അവർക്കൊന്നും ഉറപ്പില്ലായിരുന്നു ഞങ്ങൾ ആരെങ്കിലും പ്രൊഫസ് ചെയ്ത് ഈ സഭയിൽ അംഗമായി തീരുമാനിക്കുന്നു. അവർക്ക് ഞങ്ങളോട് ചോദിക്കാനും ഉള്ള ഒരു സാഹചര്യവും മനസ്സാന്നിധ്യമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ദീമാപൂരിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്ന സമയത്ത് ഞങ്ങളിൽ 12 പേരിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ കുറച്ച് കൗൺസിലിങ്ങുകളും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ ആ ട്രോമയിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് കോൺഗ്രിഗേഷൻ അവസരമൊരുക്കി തന്നിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, ഒന്നിച്ചിരുന്ന് ചിന്തിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആരും വിട്ടുപോകുന്നില്ല. നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്കും ബ്രദറിനും അവരോടുള്ള നന്ദി ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ പറയും, ഞങ്ങൾ കൊടുക്കും. അപ്പോൾ ഞങ്ങൾ പിന്നെ പ്രൊവിൻഷ്യലൊക്കെ പറഞ്ഞു ഞങ്ങൾ ആരും പോകുന്നില്ല, ഞങ്ങൾ ഈ സഭയിൽ പ്രൊഫസ് ചെയ്ത് വ്രതവാഗ്ദാനം ചെയ്ത് മെമ്പേഴ്സായി തീരാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ 12 പേരും പ്രൊഫസ് ചെയ്ത് സഭയിൽ അംഗങ്ങളായി. അതിനുശേഷം കുറച്ച് പേര് പല ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് വിട്ടുപോകേണ്ടി വന്നതെങ്കിലും അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്നു. അവർ റാഫേൽ അച്ഛനെയും അന്ത്രാസ് അച്ഛനെയും ബ്രദർഷിനെയും ഒക്കെ ഇപ്പോഴും ഓർക്കുന്നു. അവരുടെ ജീവിതത്തിലൂടെ അവർക്ക് ലഭിച്ച നന്മകൾ അവർ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം ഞങ്ങളിൽ 12 പേരിൽ ഇപ്പോൾ ഞങ്ങൾ 8 പേര് ഞങ്ങൾ വൈദികരാണ്. ആ 8 പേരിൽ ഞങ്ങൾ 6 പേര് ഇവിടെയുണ്ട്. ഞങ്ങളുടെ ജൂനിയർ ബാച്ചിലുള്ള 2 അച്ഛന്മാരും കൂടെ അവർ 17 പേരിൽ അവർ 2 പേര് വൈദികരായിട്ടുണ്ട്. ജോസ് കുട്ടി അച്ഛനും മൈക്കിൾ അച്ഛനും അവരും കൊണ്ട് ഇവിടെ ഞങ്ങൾ അങ്ങനെ 8 പേര് ഇന്ന് ഈ ദേവാലയത്തിൽ അവർക്ക് അവരുടെ ജീവിതത്തിന് ഞങ്ങളുടെ നന്ദി അറിയിക്കാനായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ദിവസം പ്രത്യേകമായിട്ട് റാഫേൽ അച്ഛന് ഒത്തിരി ഞങ്ങളെ ഒരു അപ്പനെ പോലെയാണ് ഞങ്ങളെ സ്നേഹിച്ചത്. ശരിക്കും ആദ്യമായിട്ട് അച്ഛന് കിട്ടിയ അപ്പോയിൻമെൻ്റാണ് നോവിസ് മാസ്റ്റർ. ഞങ്ങളായിരുന്നു ആദ്യത്തെയും അവസാനത്തെയുമായ ബാച്ച്. അപ്പോൾ ആ ബാച്ചിൽ ഞങ്ങളോട് ഒത്തിരി സ്നേഹത്തോടെ അച്ഛൻ എപ്പോഴും പെരുമാറിക്കുന്നത് ഒരു ചെറിയ ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. അച്ഛൻ ഞങ്ങൾ ആയിരുന്ന നൊവിഷ്യേറ്റ് എന്ന് പറഞ്ഞ ഒരു മലയുടെ മുകളിലാണ്. അവിടെ കാര്യമായ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നുമില്ലായിരുന്നു. അവിടെ ഒരു അന്നത്തെ കാലത്ത് ഈ ടവർ വെച്ച് ഒരു സാറ്റലൈറ്റ് ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഫോൺ ഒരിക്കലും വർക്ക് ചെയ്തിട്ടില്ല. അവിടെ ഞങ്ങൾ നൊവിഷ്യേറ്റ് തുടങ്ങി ഒരിക്കൽ പോലും അത് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ദിവസം ഞങ്ങളെല്ലാ 2 ആഴ്ച കൂടുമ്പോഴും അച്ഛനെ പേഴ്സണലായി കാണാൻ പോകും. അച്ഛനോട് സംസാരിക്കും. ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളും നമ്മുടെ ആത്മീയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു എഴുത്ത് വന്ന സമയമാണ്. ആ എഴുത്തിലൂടെ എൻ്റെ അപ്പച്ചന് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സീരിയസ് ആയ ആശുപത്രികളൊക്കെ പോയി തിരിച്ചു വന്നതിനെ കുറിച്ചൊക്കെ ആ എഴുത്തിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അച്ഛനോട് സംസാരിച്ച കൂടുതൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആശുപത്രികളൊക്കെ ആയിരുന്നു.
ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കണം. അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യാദൃച്ഛികമായി ഞങ്ങളുടെ അവിടുത്തെ ഫോൺ വർക്ക് ചെയ്യാൻ തുടങ്ങി. കുറേ മാസങ്ങളാണ് അത് വർക്ക് ചെയ്യാതിരുന്ന ഫോണാണ്, അത് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഫോണ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കോള് അച്ഛൻ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഓഫീസിലേക്ക് വിളിച്ചു. ആ പ്രൊവിൻഷ്യൽ ഓഫീസിൽ വിളിച്ച് പ്രൊവിൻഷ്യനോടൊക്കെ സംസാരിച്ച് അതിനുശേഷം അന്ന് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അച്ഛനെന്നെ വിളിച്ചു. അച്ഛനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ അപ്പച്ചന് അസുഖമായിരിക്കാന്നല്ലേ നീ പറഞ്ഞത്, ഇപ്പോഴാണ് ഫോൺ വർക്ക് ചെയ്യുന്നത്, നീ വീട്ടിലേക്ക് വിളിച്ചോളാം. അങ്ങനെ ആ ഒരു ചെറിയ കാര്യം വരെ ഓർത്ത് വെച്ച് അത്രയും കൺസേണോടുകൂടി അച്ഛൻ എനിക്ക് ആ ഫോൺ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഫോൺ വിളിച്ചു, എൻ്റെ അപ്പച്ചനോട് സംസാരിച്ചു, വീട്ടിലുള്ളവരോട് സംസാരിച്ചു. അതിനുശേഷം കുറച്ച് സമയത്തിനുള്ളിൽ ആ ഫോണിൻ്റെ പ്രവർത്തനം നിലച്ചു. ആ ഫോണൊന്ന് കുറച്ച് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ നേരമേ വർക്ക് ചെയ്തുള്ളൂ. ആ സമയത്തിനുള്ളിൽ അച്ഛൻ അത്രയും കരുതലോടുകൂടി എനിക്കതിനുള്ളൊരു അവസരം ലഭിക്കുന്നു. അപ്പം അത്രമാത്രം നമ്മുടെ ഓരോ കുഞ്ഞു കാര്യങ്ങളും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അത്രമാത്രം രജിസ്റ്റർ ചെയ്ത് അത്രമാത്രം നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അച്ഛൻ ഞങ്ങളിൽ നിന്ന് പോകുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 25 വർഷങ്ങൾ മരണം ആരെയും നമ്മളിൽ നിന്ന് വേർപെടുത്തില്ല എന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നു. മരണത്തിലൂടെ അവർ ശാരീരികമായി നമ്മളിൽ നിന്ന് വേർപെട്ടു പോയെങ്കിലും അവരുടെ ആ സാമീപ്യവും അവരുടെ ആ കരുതലുമൊക്കെ ഇന്നും ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് ക്രൈസിസ് മൊമെന്റുകളും എൻ്റെ ഒക്കേഷനുണ്ടായപ്പോഴും എൻ്റെ ജീവിതത്തിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ അവരുടെ മാധ്യസ്ഥം വഹിച്ചാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അന്നൊക്കെ എനിക്ക് അവരുടെ ആ വലിയ സാമീപ്യം അറിയാൻ സാധിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ അവരിലൂടെ എന്നിലേക്ക് ഒഴുകുന്നതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ ബലി ഈ ഒരു ദേവാലയത്തിൽ ആരംഭിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഇനിയും ചിന്തിക്കാനുള്ളതും ഓർക്കാനുള്ളതും ഈ 25 വർഷങ്ങൾക്ക് അപ്പുറം അവരുടെ ജീവിതം കൊണ്ട് നമ്മളെ സ്പർശിച്ച ഒത്തിരിയേറെ സമയങ്ങളും ഒത്തിരിയേറെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാനും അതൊക്കെ ഒന്ന് മറ്റുള്ളവരോടൊന്ന് പറയാനും ഇനിയും അവരെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരോടൊക്കെ ഇവരുടെ ഈ സഹനത്തെക്കുറിച്ചും ഇവരുടെ ഈ രക്തസാക്ഷിത്വത്തെക്കുറിച്ചും ഒക്കെ പറയാനും ഒക്കെ നമുക്ക് സാധിച്ചാൽ നമുക്കും ഈ 3 പേരെയും നമ്മുടെ വിശുദ്ധരായിട്ട് നമ്മുടെയൊക്കെ ജീവിത സമയത്ത് കാണാൻ സാധിക്കും. എൻ്റെ പേര് അനൂപ് ജോർജ്. റാഫായൽ അച്ഛനും ആൻഡ്രിയാസ് അച്ഛനും ബ്രദർ ഷിനുവും അവിടെ രക്തസാക്ഷിത്വം വഹിച്ചപ്പോൾ ഞാനും ആ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആ സ്ഥാപനത്തിൽ ഞാൻ ഒരാഴ്ചയേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പുതിയ ബാച്ചായി വരുന്ന ഒരു ബാച്ചിലുള്ള ആളാണ്. അപ്പം വളരെ കുറച്ച് ഓർമ്മകളെ അച്ഛനെ പറ്റിയുള്ളൂ. പക്ഷേ
അതും എനിക്കൊരുപാട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇന്നിപ്പം സംഭവം കഴിഞ്ഞിട്ട് ഒരു 25 വർഷത്തോളമായി, എന്നിട്ട് പോലും അതൊരുപാട് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങളന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് ഉടനെ തന്നെ അച്ഛൻ അവിടെ നിന്ന് പോയി അച്ഛൻ്റെ സിസ്റ്ററിനെ കൊണ്ടുവരാനായിട്ട്. അത് കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു വന്നു. 2-3 ദിവസം പിന്നെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അച്ഛൻ്റെ സിൽവർ ജൂബിലി ഫംഗ്ഷന് കഴിഞ്ഞ് അച്ഛൻ പിന്നെയും സിസ്റ്ററിനെ തിരിച്ചുവിടാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഈ തിരിച്ചുവിടാൻ പോകുന്നതെന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു 15-16 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം ഏകദേശം അച്ഛൻ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെയാണ് അച്ഛൻ 15-ാം തീയതി വൈകിട്ട് വരുന്നത്. അപ്പോൾ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്, പലരും പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല. ഇന്ന് ഞങ്ങൾ ജൂനിയർ ബാച്ചും ഞങ്ങളുടെ സീനിയർ ബാച്ചും തമ്മിൽ ഒരു ബാസ്ക്കറ്റ് ബോൾ കളി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ കളിയിൽ തോക്കുന്നവർക്ക് ഡിന്നറില്ല. അച്ഛൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങ് പോയി. അപ്പം ഞങ്ങൾ തോറ്റു. ഞങ്ങൾ ജൂനിയേഴ്സായിരുന്നു, ഞങ്ങൾ തോറ്റു. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വെടിവെപ്പ് നടക്കുന്നത് ഡിന്നറിന് 10 മിനിറ്റ് മുമ്പാണ്. അപ്പോൾ ആക്ച്വലി അന്ന് ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കാൻ പറ്റിയില്ല. അത് സംഭവം നടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിച്ചത് അടുത്ത ദിവസം രാവിലെ 4 മണിക്കാണ്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. വലിയൊരു സംഭവമായിരുന്നു അത്. നമ്മൾ പല രീതിയിലും അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അത് അനുഭവിച്ച ഒരാളെന്ന നിലയിൽ ഭയം, അതികഠിനമായ ഭയം, ഇവർ നമ്മളെയും കൊല്ലാൻ വരും, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം അതിലൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അച്ഛന്മാർ, 2 അച്ഛന്മാരും ഒരു ബ്രദറും അവരുടെ ജീവിതത്തിലൂടെ എനിക്ക് പേഴ്സണലായിട്ട് പകർന്നു തന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ആ ഒരു സമർപ്പണ ജീവിതം, സമർപ്പിക്കൽ, അതവർ അവസാന നിമിഷം വരെ നമുക്ക് വേണ്ടി കാണിച്ചു, ഞങ്ങൾക്ക് വേണ്ടി തന്നു. ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് നാളോടെ ഞാൻ സഭയിൽ നിന്നതിന് ശേഷം ഞാൻ സഭ ലെഫ്റ്റ് ചെയ്തു. ഇപ്പം ഞാനിവിടെ നാട്ടിൽ വർക്ക് ചെയ്യുവാണ്. പാലക്കാട് IIT-യിൽ ഞാൻ ജോലി ചെയ്യുവാണ്. എൻ്റെ ഈ ഒരു ജീവിതവും ഞാനെപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ സലീഷനായിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ആ ഒരു ട്രെയിനിങ്ങും ആ അച്ഛന്മാരുടെ കെയറും ഇതെല്ലാം എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നും സഭയിൽ നിൽക്കുമ്പോൾ ഈ അച്ഛന്മാരെ പറ്റി ഞാൻ ആലോചിക്കുന്നു, ഈ ബ്രദറിനെ പറ്റി ഞാൻ ആലോചിക്കുകയാണ്. അവർ ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചതും അവരുടെ ജീവിതത്തിലൂടെ സമർപ്പിച്ചതും വലിയൊരു കാര്യമാണ്. ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എപ്പോഴും അവരുടെ ആ ഒരു സമർപ്പണ ജീവിതം അവസാന നിമിഷം വരെ ഞങ്ങൾക്ക് വേണ്ടി അവർ നിന്നത് വളരെ കൃതജ്ഞതയോടെ ഓർക്കുന്നു. താങ്ക് യു. I am Father Hans Ignace, SGB. I belong to Dimapur province. This year, 2026, is the Jubilee year of the martyrdom of the 3 martyrs at Nariyan, Manipur. I would like to share something very personal. Ever since I became a priest, in the year 2012, I was ordained a priest, and my first appointment was at Manipur, Imphal. At the very first instance, I was reluctant to accept this obedience, but I felt I was closer to the 3 martyrs because they were martyred at Manipur. And therefore, the very first thing that I did once I reached Imphal was to take their blessing by going to that spot where they were killed, where they were martyred. Ever since I took up my assignment, my priestly ministry at Imphal, I have always felt the inner courage, inner support, especially in moments of challenges in Imphal. As all of you know, the political scenario, the economical condition, the entire situation in Imphal is totally different from rest of the states and country. And therefore, I had to face a lot of challenges in Imphal as the principal of the school. In these 25 years, I have spent 15 years in Manipur, and I must salute the strength and grace that I have received from these 3 martyrs, and I used to always visit once in a month to the place where they were killed. I am very hopeful that the strength that I received, the courage that I received to do my priestly ministry in Imphal will be strengthened, and I'll find more joy and happiness in my ministry as a priest. Once again, there will be harmony. People will look at each other with respect, and they will eventually bring peace and harmony in the state. I pray for this. Thank you.